പ്രേക്ഷകരെ നമുക്കിനി ഓണാട്ടുകരയുടെ മണ്ണിലേക്ക് തിരികെ എത്താം. വലിയകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ആ ഒരു സവിശേഷ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളിപ്പം ക്ഷേത്രത്തിന്റെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പൊക്കെയും രണ്ട് കരക്കാരാണ്, ദേശത്തിന്റെ രണ്ട് കരക്കാരാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് നടത്തുന്നത്. ഈ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് ഈ വടക്കേക്കര അവരുടെ ആ പ്രതിനിധികളാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ഗോപിക, നമുക്ക് ചോദിക്കാം വിശേഷങ്ങൾ. ഇന്ന് ക്ഷേത്ര സമർപ്പണത്തിന്റെ ദിവസമാണല്ലോ, അപ്പം ഏതൊക്കെ അതിഥികളാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്? ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ സമർപ്പണമാണ് ഇന്ന് നടക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്ര സങ്കേതം ജീർണാവസ്ഥയിലായിരുന്നു. അതിൻ്റെ ജീർണാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഇന്ന് നാടിന് സമർപ്പിക്കുന്ന ഒരു സന്തോഷ നിമിഷമാണിന്ന്. ഇന്ന് വൈകിട്ട് 3:30 ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ പുതുവന ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി നിലവിളക്ക് തെളിച്ചുകൊണ്ട് ഈ ക്ഷേത്ര സമുച്ചയം ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷവും വളരെയധികം ഐശ്വര്യപ്രദാനം നൽകുന്ന ഒരു നിമിഷ ധന്യ മുഹൂർത്തമാണ്. അപ്പോൾ ഈ ചടങ്ങിന് ശേഷം 4 മണിയോടുകൂടി സമർപ്പണ സമ്മേളനമാണ് ഈ ക്ഷേത്ര സങ്കേതത്തിൽ നടക്കുന്നത്. ആ സമർപ്പണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ സന്തോഷ് സ്നേഹയാണ്. സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീജിത്ത് IPS ആണ്. തുടർന്ന് ഇതിലെ ഇതിനായിട്ടുള്ള എത്തിച്ചേരുന്നത്, അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ പൂജനീയായിട്ടുള്ള മഹാമണ്ഡലേശ്വർ സ്വാമിജിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഈ നാടിനും ഈ ഇവിടുത്തെ ജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും ഒരു സന്തോഷ നിമിഷമാണ്. കൂടാതെ സ്ഥലം MLA, മറ്റ് വിശിഷ്ട അതിഥികൾ, സാംസ്കാരിക നായകന്മാർ തുടങ്ങിയ മുഖ്യ അതിഥികളായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലിം അനുശ്രീ ചടങ്ങിൽ എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ കുമ്മരൻ രാജശേഖരൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ, ഇവിടുത്തെ MLA CR മഹേഷ് തുടങ്ങിയ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഈ ക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും സമർപ്പണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. അത് വളരെയധികം സന്തോഷവും വളരെ ഐശ്വര്യവും നിറഞ്ഞ ഒരു നിമിഷമാണ് ഇവിടെ ഉള്ളത്. ഗോപിക, നമുക്ക് ഈ വടക്കേക്കരക്കാരുടെ പ്രതിനിധികളിൽ ഒരാളായിട്ടുള്ള ശ്രീ സോമൻ പിള്ള ചേട്ടൻ നമ്മളിപ്പോൾ ശരിയാണ്. ഇവിടെ പറഞ്ഞു ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നേരത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഈ രണ്ട് കരക്കാരാണ് ഇത് നടത്തുന്നത്, ഉത്സവം ഒക്കെ നടത്തുന്നത്. ഈ രണ്ട് കരക്കാരുടെ ആ ഒരു പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് ഈ രണ്ട് കരക്കാർ ഈ ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് വന്നത്? നിങ്ങൾ ഈ വടക്കേക്കരക്കാർ, തെക്കേക്കരക്കാർ, നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രാതിനിധ്യം ഏത് തരത്തിലുമാണ്? ഈ രണ്ട് കരക്കാരെന്ന് പറയുമ്പോൾ രണ്ട് ഭരണസമിതിയാണ്. ഈ ക്ഷേത്രം ഭരിക്കുന്നത് രണ്ട് ഭരണസമിതി. പക്ഷേ രണ്ട് ഭരണസമിതി എന്ന് പറയുമ്പോൾ 5 കര ഉൾക്കൊള്ളുന്നതാണ് ഈ രണ്ട് ഭരണസമിതി. പായക്കുടി, വലിയകുളങ്ങര, ചങ്ങാകുളങ്ങര, അങ്ങനെ 5 കരക്കാരാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചിരകാല അഭിലാഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഭംഗിയായി നടത്തുവാൻ ബഹുമാന്യരായ നാട്ടുകാരും ഭക്തജനങ്ങളും ഒക്കെ ഞങ്ങളോട് വളരെ കാര്യമായി തന്നെ സഹകരിക്കും. ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം നടത്തി ഇവിടെ കുടികൊള്ളുന്ന ദേവതമാരെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവതമാർ മഹാ ഐശ്വര്യങ്ങൾ ഈ പ്രദേശത്തിന് തരുന്ന ദേവതമാരാണ്. അവരെ നല്ല രീതിയിൽ പരിചരിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ച ഈ മഹാഭാഗ്യം ഞങ്ങൾക്ക് തന്ന ഈ ദേവതമാർക്കും ഈ പ്രദേശവാസികൾക്കും ഒക്കെ ഞങ്ങൾ ഭരണസമിതി ഇപ്പം നിലവിലുള്ള ഭരണസമിതി എന്നുള്ളതിനെ വളരെ അഭിമാനകരമായി അവർക്ക് നന്ദിയും സ്നേഹവും വാത്സല്യവും അറിയിക്കുകയാണ്. ശരി, ഏതായാലും നന്ദി. ഈ വടക്കേക്കരക്കാരുടെ പ്രതിനിധികളായി എത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.